മീഡിയയുടെ കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫാത്തിമ മാതാവ് വത്തിക്കാനിൽ, പതിനായിരങ്ങൾക്കൊപ്പം ജപമാല ചൊല്ലി മാർപ്പാപ്പ. കത്തോലിക്ക വിശ്വാസിയും മരിയ ഭക്തിയുമായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. സാഗ്രഡ ഫെമിലിയ വരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ദേവാലയം. 2026 സീറോ മലബാർ സഭയിൽ സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക വികസന മാതൃക ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ആത്മീയ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. വാർത്തകൾ വിശദമായി. ഫാത്തിമ മാതാവ് വത്തിക്കാനിൽ, പതിനായിരങ്ങൾക്കൊപ്പം ജപമാല ചൊല്ലി മാർപ്പാപ്പ. മരിയൻ ആധ്യാത്മികതയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫാത്തിമയിൽ നിന്നുള്ള മാതാവിന്റെ രൂപം വത്തിക്കാനിലെത്തിച്ചു. ഒക്ടോബർ 11-12 തീയതികളിലായിരുന്നു ആഘോഷം. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 30,000-ഓളം പേർ പരിപാടികളിൽ പങ്കെടുത്തു. ലോക സമാധാനത്തിനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന ലിയോ 14 പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജപമാല പ്രാർത്ഥന നടന്നു. ജപമാല പ്രാർത്ഥനയ്ക്ക് മുമ്പായി മാർപ്പാപ്പ തന്റെ പൊന്തിഫിക്കേറ്റിൽ ആദ്യമായി മാതാവിനെ സ്വർണ്ണ റോസാപുഷ്പം സമ്മാനിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകിയതിനു ശേഷം മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച പാപ്പ സഭയെയും ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു. ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം അപൂർവമായി മാത്രമേ പോർച്ചുഗലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാറുള്ളൂ. കത്തോലിക്ക വിശ്വാസിയും മരിയ ഭക്തിയുമായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. ഇത്തവണത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക്. സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് സമാധാനപൂർവമായ ഇടപെടലിലൂടെ ജനാധിപത്യത്തിലേക്ക് വെനിസ്വേലയെ കൊണ്ടുവരാനുള്ള അക്ഷീണമായ പ്രയത്നങ്ങൾക്കായിട്ടാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മരിയയ്ക്ക് നൽകുന്നതെന്ന് നോബൽ കമ്മിറ്റി അറിയിച്ചു. മരിയ കത്തോലിക്ക വിശ്വാസിയും തികഞ്ഞ മരിയ ഭക്തിയുമാണ്. 7,000-ഓളം ജപമാലകൾ തന്റെ സ്വകാര്യ ശേഖരത്തിലുണ്ടെന്ന് മരിയ കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും 2-3 ജപമാല കഴുത്തിൽ ധരിച്ചുകൊണ്ടാണ് മരിയ പ്രത്യക്ഷപ്പെടുന്നത്. ജപമാല തന്റെ അക്ഷയനിധിയാണെന്നും രാവിലെയും രാത്രിയിലുമുള്ള പ്രാർത്ഥനയ്ക്ക് താൻ മുടക്കം വരുത്താറില്ലെന്നും മരിയ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ദേവാലയത്തിന്റെ പണി പുരോഗമിക്കുന്നു. സ്പെയിനിലെ ബാഴ്സലോണയിലാണ് ഈ ദേവാലയം ഒരുങ്ങുന്നത്. സാഗ്രഡ ഫെമിലിയ എന്നാണ് ദേവാലയത്തിന്റെ പേര്. 14 വർഷങ്ങൾക്ക് മുമ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അടുത്ത വർഷം നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. അതോടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ദേവാലയം എന്ന ഖ്യാതി സാഗ്രഡ ഫെമിലിയയ്ക്ക് സ്വന്തമാകും. 565 അടി ഉയരത്തിലാണ് ദേവാലയം പൂർത്തിയാകുന്നത്. നിലവിൽ ജർമ്മനിയിലെ മിൻസ്റ്റർ ആണ് ഏറ്റവും ഉയരമുള്ള ദേവാലയം. 161.5 മീറ്ററാണ് ഇതിന്റെ ഉയരം. 2026 സീറോ മലബാർ സഭയിൽ സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുന്നു. 2026 സീറോ മലബാർ സഭയിൽ സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുന്നു. 2025 ജനുവരിയിൽ ചേർന്ന സഭയുടെ മെത്രാൻ സിനഡിൽ എടുത്ത തീരുമാനപ്രകാരമാണ് ആചരണം. നിയതമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് സീറോ മലബാർ സഭയിൽ ഇപ്രകാരം ഒരു വർഷാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക വികസന മാതൃക ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ആത്മീയ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കേരളത്തിന്റെ സാമൂഹിക വികസന മാതൃക ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ആത്മീയ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മസമർപ്പണവും സേവന മനോഭാവവുമാണ് സമൂഹ പരിവർത്തനത്തിന്റെ അടിത്തറയായി നിലകൊള്ളുന്നതെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സീറോ മലബാർ ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള സെമിനാർ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ, റവറന്റ് ഡോക്ടർ എബ്രഹാം കാവിൽപുരയിടത്തിൽ, റവറന്റ് ഡോക്ടർ ജോബിൻ കാഞ്ഞിരത്തിങ്കൽ, റവറന്റ് ഡോക്ടർ ജെയിംസ് പുലിയുറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഗവേഷകരും പുരോഹിതരും സന്യാസിനികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. 12 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അടുത്ത വെള്ളിയാഴ്ച കാത്തലിക് അപ്ഡേറ്റ്സിൽ കാണുന്നതുവരെ നമസ്കാരം.